ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു റൈസ് കേക്കാണ് പരിചയപ്പെടുത്തുന്നത്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് ഇത്തിരി കളർഫുള്ളാക്കിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അത് റെഡിയാക്കി ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്നത് ബീറ്റ്റൂട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റൈസ് കേക്കിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഞാൻ ഇവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു 1.5 കപ്പ് പച്ചരി വേവിച്ച് വെച്ചിരിക്കുകയാണ്. വെള്ളം വറ്റിച്ചെടുത്തിരിക്കുകയാണ്. കാരണം നമുക്ക് ഇത്തിരി സ്റ്റിക്കി ആയിട്ടുള്ള റൈസ് വേണം. നമുക്ക് ഇതിന് കൂടുതലും നല്ലത് അതാണ്. അപ്പോൾ ഞാനിവിടെ സാധാ പച്ചരിയാണ് നമ്മുടെ എടുത്തിരിക്കുന്നത്. അത് 1.5 കപ്പ് ഒന്ന് വേവിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനിവിടെ നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട്. ഞാൻ 1 മുറി തേങ്ങയുടെ പാലാണ്. അതിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് അടിച്ച് പിഴിഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് തലപ്പാൽ വേണം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ 1.5 കപ്പിൻ്റെ പാൽ മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ട് ഞാനൊന്ന് വേവിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് പഞ്ചസാര വേണം, കാഷ്നട്ട്, കിസ്മസ്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കൊരു പാൻ വെച്ചൊന്ന് ചൂടാക്കാം. നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ട് ഇതിലോട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ വേവിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് കൊണ്ടിട്ട് ഒരുപാട് വേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കാഷ്നട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിലേക്ക് കിസ്മസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് നല്ലോണം മെൽറ്റ് ചെയ്ത പഞ്ചസാരയൊക്കെ ഒന്ന് ഇതിലോട്ട് അലിഞ്ഞ് ചേരണം. ഇനി ഇതിലേക്ക് ഞാൻ ഓപ്ഷനായിട്ടുള്ളൊരു കാര്യമാണ്, അതാണ് ഞാൻ ആദ്യമേ പറയാഞ്ഞത്. ഞാൻ ഒരല്പം ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ബീറ്റ്റൂട്ടിൻ്റെ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വലിയണം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാലിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുത്തു. പിന്നെ നല്ലോണം നമുക്ക് ഇതിലിട്ടൊന്ന് ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി വരണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസും ഏകദേശം തേങ്ങാപ്പാലൊക്കെ വറ്റി. ഇപ്പോൾ ഈ സമയത്ത് വേണമെങ്കിലും മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും. ഇതിനൊരു നേരിയ മധുരം ആണ് ഇതിന് ടേസ്റ്റ്. മധുരം കൂടിപ്പോയാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം പട്ടയുടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു പട്ടയുടെ പൊടി ചേർക്കുവാണ്. അതും ഓപ്ഷനിലാണ്, അല്ലേ വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് കുറച്ചൊന്ന് ആറിയ ശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ റൈസ് കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തുള്ളൊരു കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു ചെറിയ ലെയറായിട്ട് റൈസ് വെച്ച് കൊടുക്കാം. ഇതിൽ ഞാൻ റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കയ്യിലുകൊണ്ടൊന്ന് ഇതേപോലെ ഒന്ന് അമർത്തി സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള റൈസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ഒരു 2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ പച്ചരിയൊക്കെ മിക്ക വീടുകളിലും ഉണ്ടാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പട്ടയുടെ പൊടിയും ഏലക്കാപ്പൊടിയും വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സും വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഒരു 2 മണിക്കൂറാണ് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചത്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ റൈസ് കേക്ക് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കുട്ടികൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു.